നമസ്കാരം. ഞാൻ ഡോക്ടർ അശ്വതി. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് വായിൽ അടിക്കടി ഉണ്ടാകുന്ന അൾസർ, വായിൽ പുണ്ണ് അഥവാ ആപ്തസ് അൾസർ എന്നൊക്കെ പറയുന്നത് ഒരു പരിധിവരെ നമുക്ക് എങ്ങനെ തടയാം എന്നതിനെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അത് വർഷത്തിലൊരിക്കലോ വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ വന്ന് പോകുന്നത് ഒരു പ്രശ്നമില്ല. സ്വാഭാവികമായിട്ട് എന്തെങ്കിലും ചെറിയ കാരണങ്ങൾ കൊണ്ട് വന്നതായിരിക്കാം. അതല്ല, റെക്കറൻ്റായിട്ട് വരുമ്പോഴാണ് ഇത് അടിക്കടി നമ്മുടെ വായിൽ വരുന്ന സാഹചര്യത്തിലാണ് നമ്മളത് ശ്രദ്ധിക്കേണ്ടതും അതിൻ്റെ റൂട്ട് കോസ് എന്താണെന്ന് കണ്ടുപിടിക്കുകയും അതിനുള്ള ചികിത്സ നടത്തുകയും ചെയ്യുന്നത്. ഇത് ചിലപ്പോൾ ചികിത്സിക്കേണ്ട ആവശ്യം ഉണ്ടായെന്ന് വരത്തില്ല. ചിലപ്പോൾ അതിൻ്റെ റൂട്ട് കോസ് നിങ്ങളൊരു ഡോക്ടറുടെ സഹായത്തോടു കൂടി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന കാരണം. അപ്പോൾ ഈ റൂട്ട് കോസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫിസിക്കലിയും മെൻ്റലിയും നല്ല രീതിയിലുള്ള സ്ട്രെസ് അനുഭവപ്പെടുക എന്ന് വെച്ചാൽ ശാരീരിക അധ്വാനം നല്ലപോലെ രാവിലെ മുതൽ രാത്രി വരെ എടുക്കുന്ന ആൾക്കാരും ഒപ്പം തന്നെ മാനസികമായിട്ടും നല്ല രീതിയിലുള്ള സംഘർഷം അനുഭവപ്പെടുന്ന ആൾക്കാർ, മാനസികമായിട്ടും ശാരീരികമായിട്ടും നല്ല രീതിയിലുള്ള സംഘർഷം അല്ലെങ്കിൽ സമ്മർദ്ദം അല്ലെങ്കിൽ പ്രഷർ അല്ലെങ്കിൽ സ്ട്രെസ്സൊക്കെ ഉള്ള ആൾക്കാരിൽ കണ്ടുവരാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഉറക്കക്കുറവ് അനുഭവപ്പെടുന്ന ആൾക്കാരിൽ കണ്ടുവരാറുണ്ട്. ഇതൊന്നും അല്ലെങ്കിൽ വയറ്റിൽ എന്തെങ്കിലും ചെറിയ തരത്തിലുള്ള അൾസറോ അല്ലെങ്കിൽ ഇൻഡസ്റ്റൈൻ ചെറുകുടലിലോ എന്തെങ്കിലും തരത്തിലുള്ള അൾസറോ പെപ്റ്റിക് അൾസർ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇത് കണ്ടുവരാറുണ്ട്. അതിനൊക്കെ ചികിത്സ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ചില ലക്ഷണങ്ങളാണ് ഈ വായിലിങ്ങനെ അൾസറായിട്ട് വരുന്നത്. ഒപ്പം തന്നെ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം ഉള്ള ആൾക്കാരിൽ ഇത് കണ്ടുവരാറുണ്ട്. സാധാരണയായിട്ട് മലബന്ധം ഉള്ള ആൾക്കാരിൽ കാണാറുണ്ട്. വായിലിങ്ങനെ പൊട്ടൽ പോലെ അനുഭവപ്പെടാറുണ്ട്. ക്യാൻസറിൻ്റെ ചില ലക്ഷണങ്ങളുള്ള ആൾക്കാരിൽ കണ്ടുവരാറുണ്ട്. ഒന്നുമല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺ ഉള്ള ആൾക്കാരിൽ ഇത് കണ്ടുവരാറുണ്ട്. ഇതിൻ്റെ റൂട്ട് കോസ് എന്താണെന്ന് മനസ്സിലാക്കി അതിന് ലഘുവായ തോതിലുള്ള എന്തെങ്കിലുമൊക്കെ ചികിത്സ ചെയ്ത് പ്രോപ്പറായിട്ടുള്ള ലഘുവായ ചികിത്സകൾ ചെയ്ത് നിങ്ങൾക്കത് മാറ്റാവുന്നതാണ്. അപ്പോൾ ഈ റൂട്ട് കോസുകളിൽ ചിലതൊക്കെ നമുക്ക് കൺട്രോളിൽ കൊണ്ടുവരാൻ സാധിക്കുന്നു, ചിലതിനൊക്കെ മരുന്നിൻ്റെ സഹായം വേണ്ടി വരും. അപ്പോൾ മരുന്നിൻ്റെ സഹായം വേണ്ടി വരുമ്പോഴാണ് ഈ ഹോമിയോപ്പതിക് മരുന്നുകളുടെ ഇമ്പോർട്ടൻസ് അവിടെ വരുന്നത്. ഹോമിയോപ്പതിക് മരുന്നുകൾ വളരെ കസ്റ്റമൈസ് ആയിട്ട് ഓരോരുത്തർക്കും അവരവരുടെ ഓരോ വ്യക്തികളെയും പ്രത്യേകമായി മനസ്സിലാക്കി ആ വ്യക്തികൾക്ക് ചേരുന്ന മരുന്നുകൾ കൊടുത്ത് പൂർണ്ണമായിട്ടും ഫലം കിട്ടുക എന്നുള്ള, റൂട്ട് കോസിന് പൂർണ്ണമായ ഫലം കിട്ടി കംപ്ലീറ്റ് ക്യൂറിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഹോമിയോ ചികിത്സാ പദ്ധതി കൊണ്ട് എല്ലാ ഹോമിയോപ്പതിക് ഡോക്ടർമാരും ലക്ഷ്യത്തിലേക്ക് വരുന്നത്. അപ്പോൾ അതിന് ചില വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഇത് വരാറുണ്ട്. പ്രധാനമായിട്ടും വൈറ്റമിൻ B12 പോലുള്ള വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് വരാം. അപ്പോൾ എല്ലാം വായിൽ പുണ്ണും വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടല്ല. അപ്പം വായിൽ പൊട്ടൽ വന്ന ഉടനെ തന്നെ ബികോംസ് കഴിച്ചു മാറി, പക്ഷേ ചിലപ്പോൾ അവർക്ക് അതിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാവത്തില്ല, മറ്റു കാരണങ്ങളായിരിക്കും അതിൻ്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള കൃത്യമായ ചികിത്സ നൽകി നിങ്ങൾക്ക് അതിനെ തരണം ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് 6 കൊല്ലം മുമ്പ്. അത് ഞാൻ ചുമ്മാ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോഴാണ് വിചാരിച്ചത് ഇത് എന്നെ ചുമ്മാ റിപ്പീറ്റഡായിട്ട് ചെയ്തേക്കാം എന്നുള്ളത്. കാരണം എനിക്ക് അതിൽ ഒത്തിരി ആൾക്കാർ ആ വീഡിയോ കണ്ടിട്ട് ഇപ്പോഴും ഓൺലൈൻ കൺസൾട്ടേഷന് വിളിക്കുന്ന ആൾക്കാരുണ്ട്. വിദേശത്ത് നിന്നാണെങ്കിലും ഇന്ത്യയിൽ വെളിയിലാണെങ്കിലും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലാണെങ്കിലും ആ വീഡിയോ കണ്ടിട്ട് പലരും വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ പുതിയതായിട്ട് പറഞ്ഞു കൂടിയിട്ടേക്കാം എന്നുള്ളത്. പക്ഷേ അത് ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഫേസ്ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. താങ്ക് യു.